അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, എന്തിനായിരിക്കാം ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരു ബദൽ സംഘടിപ്പിക്കണം എന്ന തോന്നൽ BJP ഉണ്ടാകുന്നത്? ശബരിമല അയ്യപ്പൻ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. വിവിധങ്ങളായ മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ജാതിമത വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടതില്ലാത്ത ഒരു പ്രവേശന സൗഭാഗ്യമുള്ള ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ശബരിമല. അതുകൊണ്ട് തന്നെ അത്തരമൊരു മഹാമാനവികതയുടെയും സാഹോദര്യത്തിന്റെയും വിശാലമായ ഒരു തുറന്ന ഇടം ഒരിക്കലും ആഗ്രഹിക്കാത്ത സങ്കുചിതമായ രാഷ്ട്രീയമാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന പേരിൽ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വീകാര്യമായ ഒരു സങ്കേതമല്ല. ശബരിമലയെ കുറിച്ച് മറുപടി കൂട്ടുക, മറുഭാഗത്ത് ശബരിമലയ്ക്കെതിരായി എല്ലാ കടന്നാക്രമണങ്ങളും നടത്തുക, ഇതാണ് സംഘപരിവാർ എല്ലാ കാലത്തും ചെയ്യുന്നത്. ഇപ്പൊ തന്നെ എരുമേലിയില് വാവൂർസ്വാമിക്ക് പകരം ബാബൂര ക്ഷേത്ര നിർമ്മാണത്തിന്റെ തിരക്കിലാണ് സംഘപരിവാർ ഏർപ്പെട്ടിരിക്കുന്നത്. ബാബൂർസ്വാമി എന്ന് പറയുന്നത് നമ്മൾ സമീപകാലത്താണ് ഇപ്പൊ കേൾക്കുന്നത്. പക്ഷെ ബാബരുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയുടെ ഐതിഹ്യങ്ങളെല്ലാം. അപ്പോൾ ശബരിമലയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെ, വിശ്വാസങ്ങളെ എല്ലാം മൂടി വെച്ച് അതിനെ തകർത്ത് മറ്റൊരാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ധാര അവിടെ ശക്തമാണ്. അവർക്ക് കടന്നു വരാൻ ഇടമുണ്ടാക്കുക എന്നത് ചിലരുടെ താല്പര്യമാണ്. പക്ഷേ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന സർക്കാരിന് അതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി വികസിപ്പിക്കണം എന്നതിന് പ്രതിബദ്ധതയുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ സീസൺ മനോഹരമായ ഒരു ദർശന സീസണാണ് കഴിഞ്ഞു പോയത്. പ്രതിദിനം ഒരു 1 ലക്ഷം പേർ വന്നു പോയാൽ ഒരു സീസൺ കാലത്ത് 50 ലക്ഷം ആളുകൾക്ക് വന്നു പോകാനാവും. അത് 1 കോടിയിലേക്കും 2 കോടിയിലേക്കും എത്തിക്കാനാകുമോ? അങ്ങനെയാണെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടിയുള്ള തീവണ്ടിപ്പാത വളരെ വേഗം പൂർത്തീകരിക്കേണ്ടതുണ്ട്, വിമാനത്താവളം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ റോപ്പ് വേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ട്രാക്ടർ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാമോ തുടങ്ങിയ പല പരിശോധനകൾ നടത്തുക. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ തട്ടിൽ മറ്റ് സങ്കേതങ്ങളൊന്നും ഉണ്ടാകാതെ അത് സ്വതന്ത്രമായി ക്ഷേത്രം മാത്രമായി ശ്രീകോവിലിരിക്കുന്ന ആ ഭാഗം അങ്ങനെ തന്നെ ആവണം എന്ന ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാമാണോ അവിടുത്തെ നവീകരണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആചാര്യന്മാർ ചൂണ്ടിക്കാണിച്ചത്, അതിന് നിരക്കുന്ന വിധം ഒരു മാസ്റ്റർ പ്ലാൻ ലഭ്യമാണ്. അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക, താല്പര്യമുള്ളവർക്ക് അതിൽ സഹകരിക്കാൻ സൗകര്യമുണ്ടാക്കുക, സുതാര്യമായി എന്താണോ ആരാണോ ചെയ്യുന്നതെന്ന് അവിടെ രേഖപ്പെടുത്താൻ ഇടവരിക. ഇതെല്ലാം തന്നെ ആളുകളുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ജനശ്രദ്ധയിലേക്ക്, ക്ഷേത്രത്തെ ആകെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കുറച്ചുകൂടി ഉയർന്ന ഒരു തീർത്ഥാടന പ്രവാഹത്തിന്റെ ഇടമാക്കി ഇതിനെ മാറ്റി തീർക്കുക. ഇതെല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യങ്ങൾ. അത് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. സുമനസ്സുകളായ എല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കുന്നു. കേന്ദ്ര സർക്കാരിന് പ്രതിനിധികൾ ഉണ്ടാവും. കേരള നിയമസഭയിൽ ബന്ധിതമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട്. രഹസ്യമായ ഒരു അജണ്ടയും അക്കാര്യത്തിലില്ല. മുമ്പുണ്ടായിരുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് RSS ഉയർത്തിക്കൊണ്ടുവന്നൊരു കേസുണ്ട്. അവിടെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് RSSന്റെ നേതാവ് കൂടിയായിട്ടുള്ള ഒരു പ്രേരണകുമാരി അടക്കമുള്ള ഒരു ടീം കൊടുത്ത കേസാണ്. ആ കേസിന്റെ തുടർച്ചയായി ചില സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചില ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. അത്തരം വിവാദങ്ങളുടെ പശ്ചാത്തലങ്ങളൊന്നും ഈ അയ്യപ്പ സംഗമത്തിനില്ല. അയ്യപ്പ സംഗമം നടത്തട്ടെ, മറ്റാവശ്യങ്ങളുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ സർക്കാരിന് മുന്നിൽ ജനാധിപത്യപരമായി ഉന്നയിക്കാം. ജനാധിപത്യപരമായി സർക്കാർ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. അയ്യപ്പ സങ്കേതം എന്ന നിലയ്ക്ക്, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രം എന്ന നിലയ്ക്ക് വിവാദങ്ങളിൽ നിന്നും ശബരിമലയെ മോചിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ എല്ലാവരും സഹകരിക്കണം. അതാണ് വിശ്വാസികളുടെ താല്പര്യം എന്നാണ് CPM കരുതുന്നത്.